തിരുവിളയാടൽ പുരാണത്തിലെ അടുത്ത ഒരു ശിവലീലയിലേക്ക് നാം കിടക്കുകയാണ്. ധനുർവേദാചാര്യൻ്റെ ഭാര്യയെ സുന്ദരേശ മഹാദേവൻ രക്ഷിച്ച കഥയാണ് അഗസ്ത്യ മഹാമുനി തൻ്റെ കൂടെയുള്ള മുനിശ്രേഷ്ഠന്മാരോട് വിവരിച്ചു കൊടുത്തത്. ഈ ശിവലീല വളരെ പ്രധാനപ്പെട്ട ഒരു സുന്ദരേശ ലീലയായി കണക്കാക്കപ്പെടുന്നു. 21ാമത്തേതായ ഈ ശിവലീല പലപ്പോഴും നമ്മുടെ നിത്യജീവിതത്തിലെ പല സംഭവങ്ങളെയും അനുസ്മരിപ്പിക്കുന്നത് കൂടിയാണ്. ഇവിടെ സുന്ദരേശ മൂർത്തിയുടെ മഹത്വത്തെ പാടിപ്പുകഴ്ത്തുന്ന ഒരു സംഭവമാണ് അഗസ്ത്യ മഹാമുനി തൻ്റെ കൂടെയുള്ള മുനിശ്രേഷ്ഠന്മാരോട് പറഞ്ഞത്. അതായത് മധുരാപുരിയിൽ അതിസമർത്ഥനായ ഒരു ധനുർവേദാചാര്യനുണ്ടായിരുന്നു. ആയോധന വിദ്യ പഠിപ്പിക്കുന്ന ഒരാചാര്യനുണ്ടായിരുന്നു. അദ്ദേഹം അവിടുത്തെ യുവാക്കളെ ധനുർവിദ്യ പഠിപ്പിച്ചിട്ട് ഉന്നത നിലയിലേക്ക് അവരെ ഉയർത്തുമായിരുന്നു. ധനുർവിദ്യയുടെ എല്ലാ രഹസ്യങ്ങളും തൻ്റെ ശിഷ്യർക്ക് ഈ ധനുർവേദാചാര്യൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അങ്ങനെ വളരെ ശുദ്ധഗതിക്കാരനായ സാത്വിക ഗുണമുള്ള ഈ ധനുർവേദാചാര്യൻ താൻ പഠിച്ച എല്ലാ വിദ്യകളും സകല വിദ്യകളും തൻ്റെ ശിഷ്യന്മാർക്ക് പകർന്നു കൊടുക്കുമായിരുന്നു. രാജാവ് ഇത് കണ്ട് സന്തുഷ്ടനായി ഈ യുവാക്കളെയെല്ലാം തന്നെ തൻ്റെ സൈന്യത്തിൽ ചേർക്കുകയും ചെയ്യും. ഈ ധനുർവേദാചാര്യൻ്റെ കീഴിൽ ശിക്ഷ അഭ്യസിക്കുന്ന എല്ലാവരെയും കുലോത്തുംഗ രാജാവ്, പാണ്ഡ്യരാജാവ് തൻ്റെ സൈന്യത്തിൽ ഉയർന്ന ജോലി കൊടുത്ത് അവർക്ക് സൈന്യത്തിൽ വളരെ വലിയ സ്ഥാനം നൽകിയിരുന്നു. അത്രയ്ക്ക് മഹത്വപൂർണമായ ഒരു ആചാര്യനായിരുന്നു ഈ ധനുർവേദാചാര്യൻ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദുഷ്ടനായ സിദ്ധൻ ഈ ധനുർവേദാചാര്യൻ്റെ അടുത്ത് വരികയും തനിക്ക് ധനുർവിദ്യ പഠിക്കണമെന്ന് പറയുകയും ചെയ്തു. ശുദ്ധഗതിക്കാരനായ ഗുരു അയാളെ ശിഷ്യനായി സ്വീകരിക്കുകയും താൻ പഠിച്ച എല്ലാ ധനുർവിദ്യയും ഒന്നൊഴിയാതെ എല്ലാം ഈ സിദ്ധന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ സിദ്ധൻ ധനുർവിദ്യയിൽ എല്ലാം പഠിച്ചു കഴിഞ്ഞിരുന്നു. അങ്ങനെയുള്ള ഈ സിദ്ധന് ഗുരുവിനോട് അസൂയ തോന്നുകയാണ്. ഗുരുവിൻ്റെ വീടിന് സമീപമുള്ള മറ്റൊരു സ്ഥലത്ത് ഇദ്ദേഹവും ധനുർവിദ്യ പഠിപ്പിക്കുന്ന ആചാര്യനായി ചമഞ്ഞ് ധനുർവിദ്യ ചെറുപ്പക്കാരെ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ചെറുപ്പക്കാരെ പഠിപ്പിക്കുമ്പോൾ ആ ചെറുപ്പക്കാരെയെല്ലാം തന്നെ തൻ്റെ ഗുരുവായ ധനുർവേദാചാര്യൻ്റെ ശത്രുവാക്കുന്ന തരത്തിൽ നിരന്തരം ഈ ഗുരുവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ഗുരുവിൻ്റെ ശത്രുക്കളായി ഈ സിദ്ധൻ്റെ ശിഷ്യന്മാർ മാറി. എന്നിട്ടും ഗുരു സന്തുഷ്ടചിത്തനായി യാതൊരു പ്രതികാരവും ചെയ്യാതെ തൻ്റെ ശിഷ്യനോട് ക്ഷമിച്ച് ഒന്നും ഉരിയാടാതെ തന്നെ അപ്പോഴും തൻ്റെ ജോലി ഈ ധനുർവേദാചാര്യൻ തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ സിദ്ധന് മനസ്സിലായി തൻ്റെ ഗുരുവിനെ അങ്ങനെ പരാജയപ്പെടുത്താൻ പറ്റില്ല എന്നറിഞ്ഞപ്പോൾ ഈ യുവാവായ സിദ്ധൻ അദ്ദേഹം സുന്ദരേശമൂർത്തിയെ തൊഴുവാൻ പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി സംസാരിക്കാൻ തുടങ്ങി. പക്ഷേ ഭാര്യയ്ക്ക് ഒന്നും മനസ്സിലായില്ല. തൻ്റെ ഭർത്താവിൻ്റെ ശിഷ്യനാണല്ലോ എന്ന് കരുതി ഈ സിദ്ധനെ സ്വീകരിക്കുകയും അതേപോലെ തന്നെ സ്നേഹിക്കുകയും എല്ലാം ചെയ്തു. പക്ഷേ സിദ്ധൻ്റെ ഉള്ളിലിരിപ്പ് മറ്റൊന്നായിരുന്നു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ഈ ഗുരുപത്നിയെ കീഴ്പ്പെടുത്താൻ പറ്റുന്നില്ല എന്ന്
നോക്കിയപ്പോൾ ഒരു ദിവസം ഈ യുവാവായ സിദ്ധൻ ഗുരുപത്നിയുടെ കയ്യിൽ കയറി പിടിച്ചു. അവൾ കുതറി മാറിയെങ്കിലും അയാളുടെ ശക്തമായ കരങ്ങൾ അവളെ പിടിച്ച് മുറുക്കി വലിച്ചുകൊണ്ടിരുന്നു. ഈ സമയം അവിടേക്ക് സാക്ഷാൽ ഗുരു പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് ഗുരുവും ഈ യുവസിദ്ധനും തമ്മിൽ ഒരു വലിയ യുദ്ധം നടക്കുന്നു, ദന്തയുദ്ധം നടക്കുന്നു. അങ്ങനെ ആ യുദ്ധത്തിൻ്റെ അവസാനം ഗുരു ഈ സിദ്ധനെ നെഞ്ചത്ത് ആഞ്ഞൊരടി കൊടുത്ത് താഴെ വീഴുകയും വധിക്കുകയും ചെയ്തു. അപ്പോഴേക്കും എന്താ, ദാ വരുന്നു യഥാർത്ഥ ഗുരുവായ ഈ ഗുരുപത്നിയുടെ ഭർത്താവ്. ജനങ്ങൾ അത്ഭുതപ്പെട്ടു. അത് കണ്ടു നിന്ന ജനങ്ങളെല്ലാം അത്ഭുതപ്പെട്ടു പോയി. ഇതേവരെ ആരാണോ ഗുരുരൂപത്തിൽ വന്ന് ഈ സിദ്ധനുമായി യുദ്ധം ചെയ്ത അയാളെ കൊന്നത്, ആ ഗുരു ഇപ്പോൾ ഇതാ വീണ്ടും വന്നിരിക്കുന്നു. അപ്പോഴേക്കും ആ യുദ്ധം ചെയ്ത ഗുരു മറഞ്ഞു കഴിഞ്ഞിരുന്നു. ഗുരുപത്നിയുടെ അടുത്ത് എല്ലാ കഥകളും മനസ്സിലാക്കിയ ഗുരുദേവൻ പറഞ്ഞു, ഞാൻ ഈ സമയം അത്രയും സുന്ദരേശനെ ഭജിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സുന്ദരേശനാണ് എൻ്റെ രൂപം ധരിച്ച് ഈ സിദ്ധനെ ആക്രമിച്ചു കൊന്നത് എന്ന് പറഞ്ഞിട്ട് ആ സമയം പഞ്ചാക്ഷരി മന്ത്രം ജപിക്കാൻ തുടങ്ങി. അങ്ങനെ പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച സാധന വരുത്തിയ ഈ ഗുരു അതോടെ വളരെ പ്രശസ്തനായിത്തീർന്നു. സാക്ഷാ സുന്ദരേശമൂർത്തി തന്നെ ഗുരുവിൻ്റെ രൂപം ധരിച്ച് ഇവിടെ വന്ന് അക്രമിയെ കൊന്നൊടുക്കിയ കഥ കുലോത്തുംഗ രാജാവ് കേട്ടു. എന്നിട്ട് കുലോത്തുംഗ രാജാവ് ഈ ധനുർവേദാചാര്യൻ്റെ വീട്ടിലേക്ക് വരികയും ഈ ധനുർവേദാചാര്യന് എല്ലാവിധ ധനസമൃദ്ധിയും അതുപോലെ ഐശ്വര്യവും എല്ലാം നേടിക്കൊടുക്കുന്ന വിധത്തിൽ അദ്ദേഹത്തിന് ഉയർന്ന സ്ഥാനം തൻ്റെ രാജ്യത്ത് നൽകുകയും ചെയ്തു. ഇതാണ് സുന്ദരേശൻ വന്ന് യുദ്ധം ചെയ്ത് ഗുരുപത്നിയെ രക്ഷിച്ച കഥ അഗസ്ത്യ മഹാമുനി തൻ്റെ കൂടെയുള്ള മുനിവര്യന്മാരോട് പറഞ്ഞത്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നിട്ട് അഗസ്ത്യൻ പറഞ്ഞു നിർത്തുന്നത് ഇങ്ങനെയാണ്: മുനിമാരെ, സുന്ദരേശൻ്റെ 21ാമത്തെ ഈ ലീലയെ ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നു. ഇത് ഭക്തിയോടുകൂടി ശ്രവിക്കുകയോ പഠിക്കുകയോ ചെയ്യുന്നവന് തൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരും. അവന് സർവപാപങ്ങളും മുക്തമായിത്തീരും. എന്നിട്ട് മോക്ഷത്തെ പ്രാപിക്കുകയും ചെയ്യുമെന്നാണ് അഗസ്ത്യമുനി തൻ്റെ കൂടെയുള്ള മുനിവര്യന്മാരോട് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ അത്രയ്ക്ക് ശ്രേഷ്ഠമായ ഒരു കഥയാണ്. അധർമ്മത്തെ ധർമ്മം കീഴ്പ്പെടുത്തുന്ന കഥ. അധർമ്മത്തെ കൊന്നിട്ട് ധർമ്മം വിജയിപ്പിക്കാൻ വേണ്ടി സാക്ഷാ സുന്ദരേശൻ തന്നെ പല രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണിത്. ഇത് വർത്തമാനകാലവുമായി നമുക്ക് ബന്ധപ്പെടുത്തി സംസാരിക്കാം. ഇങ്ങനെയുള്ള ഗുരുപത്നിമാരെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് ശിഷ്യഗണങ്ങളുണ്ട്. അങ്ങനെയുള്ള ശിഷ്യഗണങ്ങളെ മുഴുവൻ നശിപ്പിക്കാൻ സാക്ഷാൽ ധർമ്മമൂർത്തിയായ സുന്ദരേശൻ എപ്പോഴും തയ്യാറാകാറുണ്ട്. ഇതൊക്കെ ആധുനിക കാലത്തും സംഭവിക്കുന്ന സംഭവങ്ങളാണ്. ആ കഥയാണ് ഇവിടെ അഗസ്ത്യമുനി വീണ്ടും ആവർത്തിക്കുന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധമാണ്. ധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ ശിവൻ ഏത് രൂപം ധരിച്ചും എപ്പോഴും വന്ന് ധർമ്മത്തെ കാത്തുരക്ഷിക്കും. ധർമ്മോ രക്ഷതി രക്ഷതഃ. ഓം ശിവായ നമഃ. ഓം ഹ്രീം നമഃ ശിവായ.